മാറാത്തത് മാറുമോ? ആ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എത്രത്തോളം ഫലം കാണും? കാത്തിരുന്ന് കാണണം. ഏതായാലും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സ്വീകരിക്കാൻ BJP മേയർ ഉണ്ടാകുമെന്നത് BJP ഏറെക്കാലമായി ഉയർത്തുന്ന മുദ്രാവാക്യമാണ്. എന്നാൽ തലസ്ഥാന നഗരം BJP പിടിച്ചതിനു ശേഷം മോദി ആദ്യമായി എത്തിയപ്പോൾ സ്വീകരിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ മേയർ VV രാജേഷ് ഉണ്ടായിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളാലാണ് PMO മേയറെ വെട്ടിയതെന്നാണ് വിശദീകരണം. മേയർ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ലാത്തതിനാൽ VV രാജേഷിനെ തടഞ്ഞത് ചർച്ചയാവുകയാണ്. TV പ്രസാദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. TV പ്രസാദ്, പരിപാടിയുടെ വേദിയിൽ VV രാജേഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അതൊരു പക്ഷേ ഔപചാരികമായി നടന്ന ചടങ്ങിലെ കാഴ്ചയാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം BJP എപ്പോഴും പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രി ഇതാ മേയർ സ്വീകരിച്ച് ആനയിക്കുമെന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് വിമാനത്താവളത്തിൽ സ്വീകരിക്കാനും ആനയിക്കാനും മേയർ എത്തിയില്ല എന്ന ചോദ്യം ബാക്കിയാണ്. അതുതന്നെയാണ് വിനീത. നമുക്കറിയാവുന്നതുപോലെ മേയർ ഇവിടെ ആര്യ രാജേന്ദ്രൻ ഉള്ള സമയത്ത് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന സമയത്തെല്ലാം ആര്യ രാജേന്ദ്രനെ അവിടെ സ്വീകരിക്കാൻ പോയിരുന്നു. കൃത്യമായി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒപ്പം മേയർ ആര്യ രാജേന്ദ്രനും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ്റെ CPIM അല്ല, പകരം VV രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ഭരണസമിതിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ VV രാജേഷാണ്. മേയർ എന്നതിലുപരിയായി സാധാരണ ഇത്തരം പരിപാടികൾ വരുമ്പോൾ പറയാറുള്ളത് നഗരപിതാവ് എന്നുള്ളതാണ്. ആ പദവിയിലിരിക്കുന്ന ആളാണ് VV രാജേഷ്. ആ VV രാജേഷ് ഉറപ്പായിട്ടും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന പരിപാടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇനിയിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമന്ത്രി വരുമ്പോൾ വിമാനത്താവളത്തിൽ സ്വീകരിക്കുക BJPയുടെ മേയറായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വലിയ പ്രചരണമൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് വിജയിച്ച ശേഷവും വലിയ തോതിൽ BJP നേതാക്കന്മാർ പലരും അത് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമ്പോൾ BJPക്കാരനായ മേയറായിരിക്കും ഇനിയിപ്പോൾ സ്വീകരിക്കാൻ പോവുക എന്നൊക്കെ. അങ്ങനെയുള്ള VV രാജേഷിനെയാണ് വെട്ടിയത് എന്നതാണ്. ഇന്നലെ പക്ഷേ ഇവിടെ നിന്ന് സംസ്ഥാനത്ത് നിന്ന് പോയ പട്ടികയിലെല്ലാം VV രാജേഷിൻ്റെ പേരുണ്ടായിരുന്നു. അവസാന നിമിഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആ പേര് ഒഴിവായി പോയത് എന്നുള്ളതാണ്. പക്ഷേ സാധാരണഗതിയിൽ ഒരു മേയറുടെ ഇതിപ്പോൾ ഈ സമയത്ത് ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരത്തെ മേയറെങ്കിൽ അത് വലിയ വിവാദമാകുമായിരുന്നു. അത് മേയറെ വെട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായി പ്രോട്ടോകോൾ അനുസരിച്ചും എല്ലാം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇതിലൊരു കൃത്യമായ വിശദീകരണം ഇതുവരെയും പാർട്ടി നൽകിയില്ല വിനീത. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ മേയർ VV രാജേഷ് ആവാതിരിക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും സംഘവും നടത്തിയ വലിയ ശ്രമങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്. ശ്രീലേഖ തന്നെ തുറന്നു പറഞ്ഞതാണ് തനിക്ക് മേയർ പദവി വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന്. അങ്ങനെ ഒരു നീക്കമാണോ ഇതിൻ്റെ പിന്നിൽ നടന്നതെന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ VV രാജേഷ് പറയുന്നത് ഇത് വിവാദമാക്കാനില്ല, മറ്റു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് എന്നൊക്കെയാണ്. പക്ഷേ ആ സ്റ്റേജിൽ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു VV രാജേഷ്. പക്ഷേ എന്നിട്ടും എയർപോർട്ടിൽ എത്തിയില്ല എന്നതാണ് വിനീത. ശരി, എന്തുകൊണ്ട് എത്തിയില്ല എന്നതിൽ BJP നേതൃത്വത്തിന്റെ ഒരു വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.